റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു മുമ്പിലെ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. കൂനമുക്കിലെത്തുന്ന പാതയുടെ നിർമ്മാണമാണ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ നവീകരണവും ഒന്നാം ഘട്ടം പൂർത്തിയാകും. റെയിൽവേ സ്റ്റേഷനു മുമ്പിലൂടെയുള്ള PWD പാത നിർമ്മാണം ദിവസങ്ങൾക്കകം പൂർത്തിയാകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുതിയ ജലസംഭരണിക്ക് സമീപത്തുകൂടിയാണ് പുതിയ പാത നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂനമുക്കിലെ പഴയ റെയിൽവേ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ പൊളിച്ചുമാറ്റി പാത റെയിൽവേ ആശുപത്രിക്ക് സമീപത്തെത്തി. പാതയുടെ പ്രതലത്തിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഇതും കൂടി പൂർത്തിയാകുന്നതോടെ ഗതാഗതം ഇതുവഴിയാകും. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ നവീകരണവും പൂർത്തിയാകും. സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന്റെ പ്രവൃത്തികളും പ്രവേശിക്കുന്ന പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ച് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളും അവസാന ഘട്ടത്തിലെത്തി. പ്രവേശിക്കുന്നതിനും പുറത്തേക്കിറങ്ങുന്നതിനും പ്രത്യേക വഴികളോടെയാണ് നിർമ്മാണം. പാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ റെയിൽവേ യാത്രക്കാരുടെ വാഹനങ്ങൾ മാത്രം സ്റ്റേഷനകത്തേക്ക് കയറാവുന്ന രീതിയിലാണ് ക്രമീകരണം. പൊതുഗതാഗതത്തിനായി പ്രത്യേക പാതയും നിർമ്മിക്കുന്നുണ്ട്. ഇതെല്ലാം പൂർത്തിയാകുന്നതോടെ എയർപോർട്ട് മാതൃകയിലാകുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. 12.7 കോടി രൂപയുടെ പ്രവൃത്തികളാണ് സ്റ്റേഷനിൽ നടക്കുന്നത്. ഇതിനുശേഷം 12 കോടിയുടെ രണ്ടാം ഘട്ട പ്രവൃത്തികളും ആരംഭിക്കും. 24 കോടി രൂപയുടെ പ്രവൃത്തികൾക്കാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് അനുവദിച്ചിരിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.